Welcome to a new video. Today we are going to start Cultural Studies, which is a core paper in MAS4. And before we start all the essays that we have to study, I thought we would take a look into what actually is culture studies. So this video is actually an introduction to culture studies, where we talk about what is culture and what is culture studies and the main theories and theories that are associated with it. Okay. So, culture studies is considered to be an interdisciplinary field as it draws from multiple fields of academia. The definition of culture studies can be summarized as a field of study that examines how meaning is created in social structures with adherence to class, ethnicity, gender, race, ideology, nationality, etc. Culture studies is important because it helps people understand where, why, and how certain attitudes and beliefs about themselves and other groups have been constructed. This knowledge can help change societal relationships and power structures for the better. സോ കൾച്ചർ സ്റ്റഡീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന അതാണ് ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അതായത് അത് നമ്മുടെ അക്കാഡമിയിൽ തന്നെ പല ഫീൽഡിൽ നിന്നും പല തിയറീസും കാര്യങ്ങളും അത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്താണ് ക്ലാസ്, എത്തനിസിറ്റി, ജെൻഡർ, റേസ്, ഐഡിയോളജി, നാഷണാലിറ്റി, ഇതെല്ലാം തന്നെ കൾച്ചർ സ്റ്റഡീസിൽ വരുന്ന കുറച്ച് ആസ്പെക്ട്സ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് കൾച്ചർ സ്റ്റഡീസ് പഠിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബേസിക്കലി അത് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ കൾച്ചറാണെങ്കിലും മറ്റുള്ള കുറച്ച് എന്താണ് വേറൊരു ഗ്രൂപ്പിൻ്റെ കൾച്ചറാണെങ്കിലും അതെങ്ങനെയാണ് അത് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായി വരുന്നതെന്നും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നും ഇൻഫ്ലുവൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് തന്നെ ഒരു കേരള കൾച്ചറുണ്ട്, ഒരു മലയാളി കൾച്ചറുണ്ട്. പക്ഷെ എന്താണ്, വെറുതെ ഒരു മലയാളി കൾച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താണെന്നും അതിൻ്റെ ഒരു ഒറിജിൻ ഉണ്ടെങ്കിൽ അതെന്താണെന്നും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു ട്രൂ മലയാളിയാണ് അല്ലെങ്കിൽ ഐ ആം എ കേരളൈറ്റ് എന്ന് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, വാട്ട് ആം ഐ, ഞാനൊരു കേരളൈറ്റാണ്, ഞാനൊരു മലയാളിയാണ്, ഞാനൊരു ഇന്ത്യൻ ആണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൾച്ചർ എന്താണ് ഇന്ത്യൻ കൾച്ചർ എന്നും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ എത്തനിസിറ്റി, നമ്മുടെ ആ ഒരു കൾച്ചറും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി തന്നെയാണ് കൾച്ചർ സ്റ്റഡീസ് എന്നുള്ളൊരു ഫീൽഡ് തന്നെ വന്നിട്ടുള്ളത്. നമ്മുടെ കൾച്ചർ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കൾച്ചർ സ്റ്റഡീസിലൂടെ നമുക്ക് കിട്ടുന്നത്. So basically we have to learn what is culture in order to understand culture studies. Culture is all of these things and more. Culture is everything that makes up a way for one person, a group of people, a nation of people, or even the whole of humanity. It is ever changing. അപ്പോൾ കൾച്ചർ സ്റ്റഡീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നൊരു വാക്കാണ് കൾച്ചർ. അതെന്താണ് ചോദിക്കുകയാണെങ്കിൽ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതാകാം, ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ളതാകാം, ഒരു രാജ്യത്തെ തന്നെ സംബന്ധിച്ചുള്ളതാകാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എവ്രിതിങ് ദാറ്റ് മേക്സ് അപ്പ് എ പേഴ്സൺ, എ ഗ്രൂപ്പ്, എ നേഷൻ ആൻഡ് ഈവൻ എ ഹോൾ ഹ്യൂമാനിറ്റി. ഓക്കെ, അതാണ് കൾച്ചർ. പിന്നെ കൾച്ചറിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. അതൊരിക്കലും ഒരു സ്റ്റാഗ്നൻറ്റോ പെർമനൻ്റോ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനനാണ്. Now we are going to talk about the history of culture studies. Richard Hogarth founded the University of Birmingham Center for Contemporary Culture Studies. For short form, we'll be referring it as CCCS. Okay. In the UK in 1964. This marked the beginning of the academic field of culture studies. The CCCS was groundbreaking because it challenged the idea that only elite high culture was worth analyzing. Scholars at the CCCS argued that low popular culture and mass media, such as advertisement and TV shows, are also rich in meaning to be researched and explored. കൾച്ചർ സ്റ്റഡീസിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റിച്ചർഡ് ഹോഗാർഡ് ആണ് അത് ഫൗണ്ട് ചെയ്തത്.
ബർമിംഗ്ഹാം സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. അപ്പോൾ അവരുടെ മെയിൻ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഹൈ കൾച്ചർ ലോ കൾച്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസമായിരുന്നു അവരുടെ മെയിൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ എന്താണ് ഹൈ കൾച്ചർ ലോ കൾച്ചർ? വേറൊന്നുമില്ല. ഹൈ കൾച്ചർ എന്ന് പറയുന്നത് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക് ദാറ്റ് റെപ്രസെൻറ്റ് ദി മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓഫൺ അപ്പർ ക്ലാസ് thinkers and creative artists, etc. And the low caste is the exact opposite. It represents the less educated and the working class. നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും കാസ്റ്റ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഹൈ ലോ എന്നൊരു ഡിവിഷൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കൾച്ചറിലും ഹൈ ലോ ഡിവിഷൻ ഉള്ളത്. ഹൈ എന്ന് പറയുന്നത് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് തിങ്കേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈ കൾച്ചർ. ലോ കൾച്ചർ വന്നിട്ട് കുറച്ചും കൂടി ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ആൾക്കാരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലർ ബിലീഫ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഹൈ കൾച്ചറാണ് സൂപ്പർ, അല്ലെങ്കിൽ ഹൈ കൾച്ചറാണ് പ്രിവിലേജ്ഡ്, ഇലൈറ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ റിച്ചർഡ് ഹോഗേർഡ് വന്നിട്ട് കൾച്ചർ സ്റ്റഡീസിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്? അങ്ങനെയല്ല, ലോ കൾച്ചറിനും അഡ്വർടൈസ്മെൻറ്റ് TV ഷോസ് പോലത്തുള്ള ലോ കൾച്ചറിനും അതിൻ്റേതായ ഒരു റിച്ച്നെസ് ഉണ്ട്, അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും പഠിക്കണം, അതും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആർഗ്യുമെൻറ്റും കൂടി കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കൾച്ചർ സ്റ്റഡീസിലേക്ക് തന്നെ ഹോഗേർഡ് വഴി തിരിച്ചു വിടുന്നത്. Since it began, culture studies has been highly focused on identifying systems of oppression and resistance in culture. Although the CCCS closed in 2002, it left a strong and widespread legacy. Culture studies is a global field and it has changed the way many of us look at the media we consume and its relation to power in society. However, culture studies is not without its critics. Some argue that the field is just too broad, leading to it being about everything and nothing at the same time. The literary critic Harold Bloom also said that culture studies focus on the left-wing politics, limits the enjoyment of art and discussions we can have about it. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ആ ഒരു ഹൈ കൾച്ചർ മാത്രമല്ല ഇമ്പോർട്ടൻസ് വേണ്ടത്, ലോ കൾച്ചറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വേണം എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് 2002 ആ ഒരു സെൻറ്റർ ക്ലോസ് ആയി പോയെങ്കിൽ പോലും ഇറ്റ് ലെഫ്റ്റ് എ വൈഡ് സ്പ്രെഡ് ഇമ്പാക്റ്റ്. ആ ഒരു ഇമ്പാക്റ്റിലാണ് ഇപ്പോഴും കൾച്ചർ സ്റ്റഡീസ് ഒരു ഗ്ലോബൽ ഫീൽഡായി മാറുകയും അതൊരു തിയറി ആയിട്ടാണ് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് മീഡിയ ഒന്ന് കാണുന്നത്, ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു TV ഷോ കാണുമ്പോൾ അത് വെറുതെ കാണാതെ അതിൻ്റെ ഉള്ളിൽ അതെന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, അത് എന്തിൻ്റെ പവർ സ്ട്രക്ചറാണ് പറയുന്നത്. ആ ഒരു TV ഷോ എടുക്കുകയാണെങ്കിൽ അത് ഏത് ആൾക്കാരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്ത് ഐഡൻറ്റിറ്റിയാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. കൂടുതൽ നമ്മളങ്ങനെ രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അനാലിസിസ് വരാൻ കാരണം കൾച്ചർ സ്റ്റഡീസിൻ്റെ ഇമ്പാക്റ്റാണ്. പിന്നെ ഏത് തിയറി എടുത്ത് നോക്കിയാലും അതിന് ക്രിട്ടിക്സും എന്തായാലും കാണും. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കാണ് ഹാരോൾഡ് ബ്ലൂം. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക് എന്ന് പറയുന്നത് കൾച്ചർ സ്റ്റഡീസ് കൂടുതലും ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ന്യൂട്രലായിട്ട് ഒരു കാര്യവും അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിസ്കഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്സിനെ മാത്രം ഫേവർ ചെയ്യുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസം കൾച്ചർ സ്റ്റഡീസിനുണ്ട്. മാത്രമല്ല അത് കുറച്ചും കൂടി ഭയങ്കര ജനറലൈസ്ഡ് ആണ് എന്നുള്ളൊരു ക്രിറ്റിസിസം കൂടി നിലനിൽക്കുന്നുണ്ട്. എനിഹൗ, there is no argument that it is one of the most popular theories to the day. Now we are going to discuss about some popular cultural theories and theorists. First is semiotic theory. Semiotics എന്താണ് ശരിക്കും? Study of language, its parts and how it is interpreted. And here, semiotic theory sees culture as a kind of language, which uses signs to communicate certain meaning. സെമിയോട്ടിക് തിയറിയിൽ അത് തന്നെയാണ് പറയുന്നത്. കൾച്ചറിനെ തന്നെ ഒരു ലാംഗ്വേജ് ആയിട്ട് അവർ കാണുന്നു. കാരണം കൾച്ചറും ചേഞ്ചിങ് ആണ്, ലാംഗ്വേജും ചേഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് കൾച്ചറിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് കാണുന്നത്. മാത്രമല്ല കൾച്ചർ സ്റ്റഡീസിൽ തന്നെ കുറേ സയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സയൻസിലൂടെയാണ് പല മീനിങ്സും കൺവേ ചെയ്യുന്നത്. And according to culture theorists, meaning is never fixed. It is constructed and always subject to change. And since the creation of science is a never-ending process that is influenced by and influences the way we perceive the world,
Culture studies is similar to that of language, and that is why semiotic theory is a part of culture studies. വേറൊന്നുമില്ല, സൈൻ, ദാറ്റ് ഈസ് SIGN, സൈൻ. സിഗ്മണ്ട് ഫ്രോയിഡ് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് ആർബിട്രറി ആണ്, അതിന് മീനിങ് ഫിക്സഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് കൾച്ചർ സ്റ്റഡീസിലും അങ്ങനത്തെ പല രീതിയിലുള്ളൊരു മീനിങ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മീനിങ്സ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, പെർമനൻ്റ് അല്ല. നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് നമുക്ക് മീനിങ്സ് മാറ്റിക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെയാണ് ലാംഗ്വേജും. നമ്മുടെ ലാംഗ്വേജിൽ പുതിയ പുതിയ ഭാഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ദിവസം തോറും വൊക്കാബുലറി കൂടിക്കൊണ്ടിരിക്കുകയാണ്, മീനിങ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൾച്ചറും ലാംഗ്വേജും ഒരുപോലെയാണെന്ന് പറയുകയും സെമിയോട്ടിക് തിയറി എന്നുള്ളൊരു തിയറി കൾച്ചർ സ്റ്റഡീസിലേക്ക് വരാനും കാരണം. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ മെറ്റീരിയലിസം. It was developed by Raymond Williams and rooted strongly in Marxism. And it looks at the belief or ideas of a particular period through the study of literary or cultural product. കൾച്ചറൽ മെറ്റീരിയലിസ്റ്റിൽ ബേസിക്കലി ഇതാണ് ഐഡിയ. ഒരു ലിറ്റററി അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഡക്റ്റ് കാണും. ആ ഒരു പ്രോഡക്റ്റിലൂടെ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് നമ്മൾ പഠിക്കുന്നു, അനലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലൊക്കെ നോക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ആ ഒരു ടൈം പീരീഡ് പഠിക്കുകയാണ്. അതുപോലെ തന്നെ വുദറിംഗ് ഹൈറ്റ്സ് പോലത്തെ ഉള്ള ഒരു നോവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഹെഡ്ക്ലിഫിൻ്റെ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ ആ ഒരു അവിടുത്തെ ക്ലാസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ എന്താണ്, അപ്പോൾ ഹെയ്റ്റ്ക്ലിഫ് ഒക്കെ അവിടുത്തെ ലിറ്റററി പ്രോഡക്റ്റായി മാറുകയാണ്. കാരണം ഹെയ്റ്റ്ക്ലിഫ് എന്ന ക്യാരക്ടറിലൂടെയാണ് അവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ടെന്നും ആ ഒരു ഡിവിഷനിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻ എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി കൾച്ചറൽ മെറ്റീരിയലിസം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ആക്റ്റീവ് ഓഡിയൻസ് തിയറി. For culture study theorists, hegemony doesn't mean non-ruling class have no influence over culture. It was mostly popularized by Stuart Hall, who said that audience of cultural texts are also active. And how they are active? They interpret meaning based on their own personal experiences, most often unconsciously. ആക്റ്റീവ് ഓഡിയൻസ് തിയറിയിൽ അത് പോപ്പുലറൈസ് ചെയ്ത സ്റ്റുവർട്ട് ഹോൾ ആണ്. അദ്ദേഹം പറയുന്നത് ഒരു ഹെജമണി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഹൈ കൾച്ചർ, ലോ കൾച്ചർ എന്നൊരു ഡിവിഷൻ ഉണ്ട്. അവിടെ കൂടുതലും പ്രിവിലേജ് കൊടുക്കുന്നതും ഹൈ കൾച്ചറിനാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു ഹെജമണി ഉണ്ടെങ്കിൽ പോലും അവിടെ ലെസ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്ലാസ്സിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്നല്ല എന്നർത്ഥം. അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് കുറച്ച് ഡോമിനൻ്റ് ക്ലാസ്സിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൾച്ചറൽ ടെക്സ്റ്റ് എടുക്കുമ്പോൾ അത് വായിക്കുന്ന ഏതൊരു ഓഡിയൻസിനും, ഏതൊരാൾക്കും അതിലെ മീനിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിലെ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ട് അതേ ടെക്സ്റ്റ് വായിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് പല മീനിങ്സും ഡിറൈവ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ടിന് വേറൊരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബിലീവ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരേ ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടു പേർക്കും ഡിഫറെൻറ്റ് മീനിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും ഉണ്ടാവുന്നത്? നമ്മൾ ഓഡിയൻസ് ആണ്, നമ്മൾ ആക്റ്റീവ് ആകുകയാണ്. അവിടെ ഓഥർ പറഞ്ഞു വെക്കുന്ന മീനിങ് മാത്രമല്ല, നമ്മളുടെ ഒരു എക്സ്പീരിയൻസും ഒപ്പീനിയനും ബിലീഫും വെച്ചിട്ട് നമ്മുടേതായ മീനിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരേ രീതിയിലുള്ള മീനിങ് ആകാം, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആകാം. എക്സാമ്പിളായിട്ട് പങ്ക് കൾച്ചർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം പോപ്പുലറായിട്ട് ഏത് സ്റ്റാൻഡേർഡ്, ഏത് റൂൾസ് ആണോ പറഞ്ഞു വെക്കുന്നത് അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ക്ലാസ്, അതാണ് കൂടുതലും ഓഡിയൻസ്. അതാണ് ആക്റ്റീവ് ഓഡിയൻസ് തിയറിയിൽ വരുന്ന ഒരു എക്സാമ്പിൾ. മേജർ തിയറീസ് ആർ റെയ്മണ്ട് വില്യംസ്, സ്റ്റീഫൻ ഗ്രീൻബ്ലാത്ത്, സ്റ്റുവർട്ട് ഹോൾ, ലൂയിസ് അൽത്തൂസർ, ആന്റോണിയോ ഗ്രാംചി, etc. And now we come to the significance of cultural studies in literature. When you study literature from a cultural studies perspective, you analyze meaning by looking at the text in combination with the economic, social, and cultural context in which the text was produced.
Because of culture studies' interest in the resistance of hegemonic power structure in society, it has incorporated political theories such as Marxism, disability theory, post-colonial literary theory. When looking at the literature from a cultural studies perspective, these are all the lenses through which literature can be analyzed. ഇതൊരു ഡിസിപ്ലിനറി ഫീൽഡാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് കൾച്ചർ സ്റ്റഡീസിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എടുക്കുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. വെറുതെ വായിച്ചു പോവുക എന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ഓഥർ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ എടുക്കുക എന്നല്ല. നമ്മൾ അതിലെ ആ ഒരു ടെക്സ്റ്റിലെ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എല്ലാം തന്നെ മനസ്സിലാക്കി ആ ടെക്സ്റ്റിൽ നിന്ന് മീനിങ് ഡിറൈവ് ചെയ്യുന്നു. And for example, the main key words associated with culture studies is power, identity, and representation. So what is power? It mainly deals with what is the text specific social, economic, cultural context, and what structure of power, that is fictional or non-fictional, can be identified in the text. Identity refers to who the target audience is and what are the characters' specific identities. And representation talks about how the text represents the structure of power and social, economic, cultural identities, and do these representation adhere to or resist hegemonic ideas and values. ഇത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു ടി വി ഷോ, ഏതൊരു അഡ്വർടൈസ്മെൻ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടി വി ഷോ തന്നെ എടുക്കാം. ഒരു ടി വി ഷോ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പവർ അനലൈസ് ചെയ്യും. എന്താണ് ആ ടെക്സ്റ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അതായത് അതിൻ്റെ സെറ്റിംഗ് എവിടെയാണ്. ഒന്ന് നമ്മൾ നോക്കേണ്ടത് അത് റീജിയണൽ ആണോ അതോ കുറച്ചും കൂടി നാഷണൽ ആണോ, മൾട്ടി നാഷണൽ ആണോ, അങ്ങനത്തെ രീതിയിലുള്ളൊരു ഷോ ആണോ, അത് ടി വി ഷോ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്. നമ്മുടെ ഒരു മലയാളം അങ്ങനത്തെ ഒരു ഷോ മാത്രമാണോ, കുറച്ചും കൂടി ഒരു പാൻ ഇന്ത്യൻ ഷോ ആണോ, അതോ ഇൻ്റർനാഷണൽ ആയിട്ട് ഇംഗ്ലീഷിലുള്ള ഒരു ഷോ ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ സെറ്റിംഗ് എവിടെയാണ്, അമേരിക്കയിലാണോ, ഇന്ത്യയിലാണോ, അതോ ഏതെങ്കിലും ഒരു ഐലൻഡ് ആണോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന പവർ സ്ട്രക്ചർ, ആ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഫിക്ഷണൽ സ്റ്റോറിയാണോ, നോൺ ഫിക്ഷണൽ ആണോ. ഇതൊക്കെയാണ് പവർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ആ ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് ഐഡൻറ്റിറ്റി. ഒരു ടി വി ഷോ എടുക്കുമ്പോൾ ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പോൾ ഒരു ടീനേജ് ഒരു ടി വി ഷോ ആണെന്ന് എടുക്കട്ടെ. ടാർഗറ്റ് ഓഡിയൻസ് എന്തായാലും ഒരു 18 years എബവ് ആയിട്ടുള്ളൊരു കുട്ടികളായിരിക്കും. മിനിമം ഐ തിങ്ക് 18 to 30 years ആ ഒരു റേഞ്ച് എടുക്കാം. ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളും ആൾക്കാരായിരിക്കും ആ ഒരു ഷോയുടെ ടാർഗറ്റ് ഓഡിയൻസ്. അതുപോലെ തന്നെ ആ ഷോയിൽ വരുന്ന ക്യാരക്ടേഴ്സും ഏകദേശം ഇതേ ഏജ് ഗ്രൂപ്പിലായിരിക്കും. കാരണം എന്നാൽ മാത്രമേ ആ ഒരു റിലേറ്റബിലിറ്റി അവിടെ കാണത്തുള്ളൂ. മാത്രമല്ല ക്യാരക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റീസ് നമുക്ക് നോക്കാൻ പറ്റും. ബ്രിജർട്ടൺ നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചധികം ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ നമ്മൾ ബ്രിജർട്ടണിൽ കാണുന്നുണ്ട്. സീസൺ 2-ലും സീസൺ 3-ലും നമ്മൾ കണ്ടു. സോ വി ആർ ഏബിൾ ടു റിലേറ്റ് ടു ദം. മോസ്റ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു റീജൻസ് ഏറെയാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് നൈസ് ടു സീ എൻ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ വൺസ് ഇൻ എ വൈൽ ഇൻ ഇൻ്റർനാഷണൽ ടി വി ഷോസ്. സോ ലൈക്ക് ദാറ്റ് ആ ഒരു ടി വി ഷോയുടെ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ പോലും അവരുടെ സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്താണെന്നൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെയിം ഒരു ഏജ് ഗ്രൂപ്പ്, സെയിം ഒരു ഐഡൻറ്റിറ്റീസ് തന്നെ ആയിരിക്കും. ആൻഡ് തേർഡ് ഇസ് റെപ്രസെൻറ്റേഷൻ. എങ്ങനെയാണ് ആ ടെക്സ്റ്റ് അവിടുത്തെ പവർ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവിടുത്തെ വാല്യൂസിനെ, സൊസൈറ്റിയുടെ വാല്യൂസിനെ റെസിസ്റ്റ് ചെയ്യുകയാണോ അതോ ഫോളോ ചെയ്യുകയാണോ. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളത് റെസിസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. കാരണം എന്നാൽ മാത്രമേ ആ ഒരു ഡ്രാമ, ആ ഒരു ക്ലൈമാക്സ് ഒക്കെ വരാറുള്ളൂ. സോ മോസ്റ്റ്ലി അവിടെ പറഞ്ഞു വെക്കുന്നത് അതാണ്. ടി വി ഷോ എടുക്കുമ്പോഴും ഒരു ഡിവിഷൻ അവിടെ കാണും. കുറച്ച് ക്യാരക്ടേഴ്സ് ആ സമയത്ത് ആ ഒരു സൊസൈറ്റി പറഞ്ഞു വെക്കുന്ന കുറേ റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതേസമയം പ്രോബബ്ലി നമ്മുടെ നായികനെല്ലാം അന്നെ എഗെയിൻസ്റ്റ് ആയിരിക്കും, അന്നെ ആ ഒരു ഹെജമോണിക് വാല്യൂസിനെല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ക്ലാഷ് ആയിരിക്കും. അതായിരിക്കും അവിടുത്തെ മെയിൻ ഒരു എന്താ പറയുക ഡ്രാമ.
സോ ദാറ്റ് ഈസ് ഹൗ റെപ്രസെൻറ്റേഷൻ വർക്ക്. അപ്പോൾ ഏതൊരു കൾച്ചറൽ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ടി വി ഷോ ഓർ സീരിയൽ ഓർ അഡ്വർടൈസ്മെൻറ്റ് ഓർ മൂവി, അതിൽ ഈ ഒരു മെയിൻ 3 ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പവർ, ഐഡൻറ്റിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ. So with that we come to the conclusion of culture studies. I hope this was useful because നമ്മളുടെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്തു, കുറച്ച് വളരെ ബ്രീഫായിട്ട് ഹിസ്റ്ററി നോക്കി, കുറച്ച് മെയിനായിട്ട് പറയുന്ന തിയറീസും തിയറിസ്റ്റിൻ്റെ പേരുകളും പറഞ്ഞു. ആൻഡ് മെയിൻലി ലിറ്ററേച്ചറിൽ വന്നിട്ട് എങ്ങനെയാണ് കൾച്ചർ സ്റ്റഡീസിൻ്റെ ഇമ്പാക്റ്റ് എന്നും അതിൽ വരുന്ന മെയിൻ 3 കീവേഡ്സ് പവർ, ഐഡൻറ്റിറ്റി, റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ I hope this was useful, and with this we will be dealing with other topics that comes under culture studies and the essays that we have to study. So thank you for your time, and I'll see you in the next video.